ആദ്യം തന്നെ നമ്മുടെ എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് ചങ്ങാതിമാരുടെ ഇഷ്ടപ്രകാരം ഞാനിന്ന് വെറൈറ്റി ആയിട്ടൊരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. വെറൈറ്റി ഒന്നുമല്ല, നല്ലൊരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പി. അതുപോലെ തന്നെ ചങ്ങാതിമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചൈനീസ് ഫുഡിൻ്റെ പേര് എന്നാണ് പറയാമെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടമുള്ള ഐറ്റത്തെ പേര് പറഞ്ഞോ. അപ്പോൾ ആദ്യം തന്നെ കോളിഫ്ലവർ നല്ലവണ്ണം കട്ട് ചെയ്യുക. ഇതുപോലെ ചെറിയ പീസാക്കുക. എന്നിട്ട് ഇച്ചിരി വെള്ളം എടുക്കുക. അതിലേക്ക് ഉപ്പും വിനീഗറും ഇട്ട് ഒരു 10-15 മിനിറ്റ് വെക്കാമെങ്കിൽ നല്ലതായി. കാരണം ഇതിൻ്റെ അകത്ത് പുഴുക്കളോ പ്രാണികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ പേരും ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ് ആണ്. അപ്പം വെള്ളം ചൂടാക്കിയ ശേഷം അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് തിളപ്പിക്കാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ഇവന് വേണ്ട ബാറ്റർ ഉണ്ടാക്കാം. മൈദ ഇട്ടു, കോൺഫ്ലവർ ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഉപ്പ് വാരി വിതറുക. ഉപ്പിട്ട ശേഷം ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട ശേഷം ഇച്ചിരി വൈറ്റ് പെപ്പർ കണ്ടില്ലേ. അതിനുശേഷം കുറച്ച് സോയാ സോസും കൂടെ ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കലക്കി കൂട്ടി ഒരു പരവും രൂപമൊക്കെ ആക്കിയെടുക്കുക. ആദ്യം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നേരെ ഇതെല്ലാം കൂടെ വലിച്ചു കുടിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് കുറുകിയെന്ന്. അപ്പോഴേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഇങ്ങനെ സ്ലോ മോഷനിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്ക് ഇവനൊരു ഈ ഒരു തിക്നെസ്സിൽ ഒരു തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് നിങ്ങൾക്ക് കിട്ടും. കണ്ടില്ലേ. അപ്പോൾ ഇവൻ റെഡിയാക്കി ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കി ഇങ്ങ് മാറ്റി വെക്കുക. കണ്ടില്ലേ. ശേഷം ആ സമയത്ത് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എടുത്ത് ഇതിലേക്ക് ഒരു മറിക്കുക. എന്നിട്ട് ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലാഞ്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തുക. എന്നിട്ട് നേരെ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു മറിച്ച് ഇവന് വെള്ളം മാക്സിമം കളയുക. ശേഷം ഈ ബാറ്ററിലേക്ക് ഒരു മറിക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. വെള്ളം ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ പിന്നെയും ലൂസാകും കേട്ടോ. ബാറ്റർ അങ്ങനെ ലൂസായിരിക്കാൻ വേണ്ടിയാണ് വെള്ളം മാക്സിമം കളയണം എന്ന് പറയാൻ കാരണം. എന്നിട്ട് ഇതുപോലെ ഈ രൂപത്തിലാക്കി എടുക്കുക. കണ്ടില്ലേ. ശേഷം നല്ല കടായ ഇങ്ങ് ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് ഇവനെ ഇതുപോലെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്യുക. അപ്പോൾ എണ്ണ ചൂട് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇത് എണ്ണ കുടിച്ചു പോകും. എണ്ണ കുടിച്ചു പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ചൂടായ ശേഷം ഇവനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല കരിമുരാന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം. എന്നാലേ ഉള്ളൂ ഗോബി മഞ്ചൂരിയൻ ട്രൈ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നു. നല്ല ഇങ്ങനെ ഒരു ബിസ്ക്കറ്റ് കടിക്കുന്ന പോലെ ഇരിക്കണം. കണ്ടില്ലേ. ഈ ഒരു കളറിലും രൂപത്തിലൊക്കെ ആയി കഴിയുമ്പോഴേക്ക് ഇവനെ ഇങ്ങനെ കോരി ഇങ്ങ് എടുക്കുക. കണ്ടില്ലേ. ശേഷം ഇതുപോലെ 2 കറക്കുക. ലൈറ്റർ വെച്ചൊരു കത്തിരി കത്തിക്കുക. നല്ല സ്റ്റൈലായിട്ട് എന്നിട്ട് നേരെ കടായി വെക്കുക. കടായി വെച്ച ശേഷം അതിലേക്ക് ഇതുപോലെ ഓയിലങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച ശേഷം ഓയിൽ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് വാടിയൊരു രൂപമായി വരുമ്പോഴേക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇങ്ങിട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായി അരിയണം കേട്ടോ. എന്നാൽ അതിൻ്റെ സ്റ്റൈലാവുള്ളൂ. എന്നിട്ട് ചെറുതായി അരിഞ്ഞ് ഇവനൊരു രൂപത്തിലായി കഴിയുമ്പോൾ സവോള അവനും എടുത്തൊരു മറിച്ചിട്ട് അവനെ ഇതുപോലെ ഇങ്ങ് വാട്ടുക. ഒരു സ്ലോ മോഷനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാമെങ്കിൽ ഒന്ന് മറിച്ച് നോക്ക്. വീട്ടിൽ വെച്ചല്ലേ. അപ്പോൾ ഇത് മറിച്ച് നോക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊന്നും പോകല്ല. കറക്റ്റ് പാത്രത്തിൽ തന്നെ വീഴണം കേട്ടോ. എന്നിട്ട് ഇവന് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ ഇങ്ങനെ വരട്ടിയെടുക്കുക. വരണ്ട് വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ. എരി കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതലിടുക. എരി കുറവ് മതി പച്ചമുളക് കുറവ്. എന്നിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ചെറിയ ക്യൂബ്സായിട്ട് കഴിഞ്ഞ് ക്യാപ്സിക്കം കൂടെ ഇട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്യും. ഇതുപോലെ 2 മറിയൊക്കെ മറിച്ച് നല്ല സ്റ്റൈലായിട്ട് കണ്ടില്ലേ. എന്നിട്ട് അതിലേക്ക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ലൈറ്റായിട്ടൊന്ന് കുക്കാക്കുക. അവനൊന്ന് കുക്കായി രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് ഇവനിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ലൈറ്റ് സോയ ആയിരുന്നു കേട്ടോ. ലൈറ്റ് സോയ ഇട്ട് ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കുക. ശേഷം ഡാർക്ക് സോയയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതില്ലെങ്കിൽ നിങ്ങൾ ഡാർക്ക് സോയ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ലൈറ്റ് സോയ വേണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് ഇതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അവനും ഇട്ട് ഇതിലൊന്ന് കുക്കാക്കിയെടുക്കുക. അപ്പോൾ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടും. എന്നിട്ട് ഇവനൊന്ന് കുറുകിയ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് കൊറിയാണ്ടർ കട്ട് ചെയ്തെടുത്തൊരു മറിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരട്ടുക. എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കി ഉപ്പിടുക കേട്ടോ. കാരണം ഈ സോയൊക്കെ ഇടുന്നതുകൊണ്ട് ഉപ്പ് ചിലപ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ശേഷം കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഇവനൊരു ലെവലായി കഴിയുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. കുരുമുളക് പൊടിയും നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം ഇടാൻ. കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിരിക്കുന്നതുകൊണ്ട് കുരുമുളക് പൊടി നോക്കി വേണം ഇടാൻ. എന്നിട്ട് ഇവനൊരു വരണ്ട് തിക്കായിട്ടെങ്കിൽ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ഇച്ചിരി സ്റ്റോക്കോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളമോ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം.
അപ്പോഴൊക്കെ ആ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ലെവലിൽ കിട്ടും നിങ്ങൾക്ക്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഇല്ലെങ്കിൽ ഒരു നിർബന്ധവും ഇല്ല. ഇതേ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഗ്രേവിയുടെ ആ തിക്നെസ്. കണ്ടില്ലേ, ഈ രൂപത്തിലാക്കി എടുക്കണം ഇവനെ മൊത്തത്തിൽ സെറ്റപ്പ്. നല്ല സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതി വരുന്നത്, ഒരു രക്ഷയില്ല. വേണോ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ആ സമയത്ത് നല്ല കരിമുരാന്നിരിക്കുന്ന കോളിഫ്ലവർ എടുത്ത് ഇതിലേക്ക് ഒരു മറിക്കുക. എന്നിട്ട് ദേ ഇതുകൊണ്ടോ ഈ സോസ് എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ച് ശേഷം ദേ ഇതുപോലെ ഇവനെ മിക്സ് ചെയ്യുക. വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പാടായിരിക്കും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ചെറിയ ഉടൻ പാനൊക്കെ ഉണ്ടല്ലോ, ഉടൻ സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ, ഉടൻ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ പയ്യെ നൈസായിട്ടൊക്കെ മറിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ ടോസ് ചെയ്യാമെങ്കിൽ കറക്റ്റാക്കി പൊടിയാതെ നല്ല ഷേപ്പിലായിട്ട് ആ മസാല മൊത്തം അവത്തേലൊക്കെ പിടിച്ച് നല്ല രൂപത്തിലായി കിട്ടുന്നതല്ലേ. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി, വേറെ ലെവലോട്ടോ. എന്നിട്ടൊരു പിടുത്തങ്ങ് പിടിക്കുക, ഒന്നും നോക്കണ്ട എൻ്റെ ചങ്ങാതി മേലെ. അപ്പോൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഐറ്റത്തിന് പേര് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ ചങ്ങാതി.